നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി ആനച്ചാലിൽ ആകാശ ഭക്ഷണശാലയിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിയ സംഭവത്തിൽ സ്ഥാപനം താൽക്കാലികമായി അടച്ചുപൂട്ടാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. തൊടുപുഴ മുനിസിപ്പൽ 6-ാം വാർഡ് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ കൺവെൻഷൻ നടന്നു. മുൻ DCC പ്രസിഡന്റ് ജോയി തോമസ് ഉദ്ഘാടനം ചെയ്തു. ആനച്ചാലിൽ വിനോദസഞ്ചാരികൾ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയ സംഭവത്തിൽ കേസെടുത്ത പോലീസ്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് നെടുങ്കണ്ടം ഡിവിഷൻ UDF സ്ഥാനാർത്ഥിയുടെയും ജില്ലാ ഡിവിഷന് കീഴിൽ വരുന്ന 6 ബ്ലോക്ക് ഡിവിഷനുകളിലെയും നെടുങ്കണ്ടം, ഉടുമ്പൻചോല, സേനാപതി പഞ്ചായത്തുകളിലെ 48 വാർഡുകളിലെയും തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള സ്ഥാനാർത്ഥി സംഗമം നടത്തി. കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. UDF കരിമണ്ണൂർ മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഇടുക്കി ആനച്ചാലിൽ ആകാശ ഭക്ഷണശാലയിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിയ സംഭവത്തിൽ സ്ഥാപനം താൽക്കാലികമായി അടച്ചുപൂട്ടാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. സദേൺ സ്കൈസ് എയറോഡൈനാമിക്സ് എന്ന സ്ഥാപനത്തിനാണ് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെ പ്രവർത്തിച്ചതിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാർക്കെതിരെ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തു. സാഹസിക വിനോദമായ ആകാശ ഭക്ഷണശാല ഒരുക്കിയ ഇടുക്കി ആനച്ചാലിലെ സ്ഥാപനത്തിനെതിരെയാണ് ജില്ലാ ഭരണകൂടവും പോലീസും നടപടി സ്വീകരിച്ചത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്ന നിലയിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം തഹസിൽദാർ നടത്തിയ പരിശോധനയിലാണ് സ്ഥാപനത്തിന് മതിയായ രേഖകളില്ലെന്ന് കണ്ടെത്തിയത്. ഇതേ തുടർന്നാണ് സദേൺ സ്കൈ എയറോഡൈനാമിക്സ് എന്ന സ്ഥാപനം താൽക്കാലികമായി അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടത്. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ പാലിക്കാതെ സാഹസിക വിനോദം നടത്തിയതിനെതിരെയാണ് നടപടി. നടത്തിപ്പുകാരായ സോജൻ, ഉടുമ്പന്നൂർ, പുളിക്കമറയിൽ പ്രവീൺ എന്നിവർക്കെതിരെ വെള്ളത്തുവൽ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തു. ഇന്നലെ ഉച്ചയോടെ സ്കൈ ഡൈനിങ്ങിനെത്തിയ കോയമ്പത്തൂർ സ്വദേശികളായ കുട്ടികൾ ഉൾപ്പെടുന്ന മലയാളി വിനോദസഞ്ചാരികളും സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരിയുമാണ് മണിക്കൂറുകൾ ആകാശ ഉയരത്തിൽ കുടുങ്ങിയത്. ആകാശ ഭക്ഷണശാല ക്യാബിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിലെ സെൻസറുകൾ തകരാറിലായതായിരുന്നു കാരണം. എന്നാൽ 2 മണിക്കൂറിലധികം ഇവർ കുടുങ്ങിയിട്ടും സ്ഥാപനത്തിലെ ജീവനക്കാർ വിവരമറിയിച്ചില്ലെന്നും സബ് കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് സംഘം മൂന്നാറിൽ നിന്ന് എത്തിയതെന്നും ഫയർ ആൻഡ് റെസ്ക്യൂ ടീം വ്യക്തമാക്കിയിരുന്നു. വിനോദസഞ്ചാരികളടക്കം കുടുങ്ങിയിട്ടും ക്രെയിനിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ 2 മണിക്കൂർ കൊണ്ടും സ്ഥാപനത്തിനായില്ല. എല്ലാവരും ഓക്കെ. നമുക്ക് ഇതിന് മുന്നേ ഇതിനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. എത്ര പേരുണ്ടായിരുന്നു മൊത്തത്തിൽ? ഞങ്ങൾ 5 പേരായിരുന്നു. 5 പേര്. ഒരു 2 പിള്ളേരും പിന്നെ ഞങ്ങൾ 3 പേരായിരുന്നു. അവരെവിടുന്ന് വന്നതാ? അവര് കോഴിക്കോട്ടുകാരാണ്. 6 പേരല്ലായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നു? 5 പേര് തന്നെയായിരുന്നു. നിങ്ങൾ ഒരു സ്റ്റാഫായിരുന്നു ഉണ്ടായിരുന്നു? ഞാൻ ഒരാളായിരുന്നു. ഒരു കുടുംബത്തിലെ ആൾക്കാരാണോ അവര്? അവരെല്ലാവരും ഒരു കുടുംബത്തിലാണ്. പരിശീലനം ലഭിച്ച ജീവനക്കാർ ശ്രമിച്ചെന്നും തകരാർ പരിഹരിക്കാൻ കാലതാമസം ഉണ്ടായെന്നുമാണ് സ്ഥാപനത്തിലെ ജീവനക്കാർ വിശദീകരിച്ചത്. 16 പേരുടെ ഇരിപ്പിടമുള്ള ആകാശ ഭക്ഷണശാലയിൽ 4 വിനോദസഞ്ചാരികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ കുടുങ്ങിയ വിനോദസഞ്ചാരികൾക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ കാര്യക്ഷമമായ ഇടപെടലാണ് അതിവേഗ രക്ഷയായത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഓരോ മേഖലയിലും ഉണ്ടാകുവാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയത്തിലൂടെ സാധ്യമാകുമെന്ന് മുൻ DCC പ്രസിഡന്റ് ജോയി തോമസ് അഭിപ്രായപ്പെട്ടു. തൊടുപുഴ മുനിസിപ്പൽ 6-ാം വാർഡ് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി R ജയന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NP പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഓരോ മേഖലയിലും ഉണ്ടാകുവാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയത്തിലൂടെ സാധ്യമാകുമെന്ന് മുൻ DCC പ്രസിഡന്റ് ജോയി തോമസ് അഭിപ്രായപ്പെട്ടു. ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതം ചോദിച്ചു വാങ്ങുവാൻ ശേഷിയുള്ള ജനപ്രതിനിധികളാണ് നമുക്കുണ്ടാവേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൊടുപുഴ മുനിസിപ്പൽ 6-ാം വാർഡ് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി R ജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവരും കൂടെ ഒരേ മനസ്സോടുകൂടി മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. കാരണം ഇത് അത്ര ഒരു ടഫായ ഒരു വാർഡാണ്. ഈ വാർഡ് ഒരു കാലത്ത് നമുക്ക് വളരെ എളുപ്പം ജയിക്കാവുന്ന ഒരു വാർഡായിരുന്നെങ്കിലും അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വാർഡായി മാറി. അതിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഈ വാർഡിനെ മോചിപ്പിച്ചെടുക്കണം. എന്നറിയാവുന്ന ഇന്ത്യയിലും
കേരളത്തിലുമൊക്കെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. കേരളത്തിലെ പ്രത്യേകിച്ച് സംഭവം ഇവിടെ സജീവ പറഞ്ഞു, ദൈവത്തിന് പോലും രക്ഷയില്ലാത്ത ഒരു സാഹചര്യം, അമ്പലം മുഴുവൻ അടിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം, അതിൻ്റെ പേരിൽ കോടികൾ ഉണ്ടാക്കുന്ന ആളുകൾ, അമ്പലവും അതുപോലെ പള്ളിയും എന്നൊക്കെ പറയുന്ന പരിശുദ്ധമായ ദൈവത്തിൻ്റെ ആലയവും ആളുകൾക്ക് പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും അല്ലെങ്കിൽ അവരുടെ ആത്മീയ നിർവൃത്തിക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങൾ അതെല്ലാം കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇത് നിസ്സാരമായ ഒരു കാര്യമായി നമ്മളിതിനെ കാണുന്നു. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണം ഏത് രീതിയിൽ എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്ന് നിങ്ങൾ ആലോചിക്കും. ദൈവത്തിൻ്റെ പേരിൽ സമ്മേളനങ്ങൾ നടത്തപ്പെടുന്നു, ദൈവത്തിൻ്റെ പേരിൽ മത സമ്മേളനങ്ങൾ നടത്തുന്നു, അതിൻ്റെ പേരിൽ എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, അതെല്ലാം കപടത നിറഞ്ഞതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യോഗത്തിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NP പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. TVS രമേശ്, ജാഫർ ഖാൻ മുഹമ്മദ്, ജോർജ് കൂട്ടൻതടം, ബിലാൽ സമദ്, മാത്യു പള്ളിക്കുന്നിൽ, രവീന്ദ്രൻ കല്ലിക്കക്കുടിയിൽ, തേനുമ, OS അബ്ദുൾ സമദ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ ഓരോ ഭവന സന്ദർശനത്തിലും ഓരോ വീടുകളിൽ നിന്ന് ലഭിക്കുന്ന പരാതികളും പരിദേവനങ്ങളും അതെൻ്റെ മനസ്സിലുണ്ട്. ജയിച്ച് കൗൺസിലറായി കഴിഞ്ഞാൽ ജനങ്ങൾ എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച പരാതികളും പരിദേവനങ്ങളും പരിഹരിക്കാനുള്ള ഊർജ്ജസ്വലമായ നടപടികൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതായിരിക്കും എൻ്റെ മുൻഗണന എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ആനച്ചാലിൽ വിനോദസഞ്ചാരികൾ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയ സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. വെള്ളത്തൂവൽ പോലീസാണ് സ്വമേധയാ കേസെടുത്തത്. സ്ഥാപന ഉടമകളെ പ്രതി ചേർത്താണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സംഭവത്തെ തുടർന്ന് ആകാശ ഭക്ഷണശാല താൽക്കാലികമായി അടച്ചിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ആനച്ചാലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആകാശ ഭക്ഷണശാലയിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിയത്. 2 മുതിർന്നവരും 2 കുട്ടികളും ഒരു ജീവനക്കാരിയുമായിരുന്നു ഉയരത്തെ സ്കൈ ഡൈനിങ്ങിൽ അകപ്പെട്ടത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തത്. വെള്ളത്തൂവൽ പോലീസാണ് സ്വമേധയാ കേസെടുത്തത്. സ്ഥാപന ഉടമകളെ പ്രതി ചേർത്താണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സംഭവത്തെ തുടർന്ന് ആകാശ ഭക്ഷണശാല താൽക്കാലികമായി അടച്ചിരുന്നു. ഇന്നലെ 1.5 മണിക്കൂറിലധികമാണ് കുട്ടികളടക്കമുള്ളവർ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയത്. ഏറെ സമയം നീണ്ട സാഹസിക രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ അഗ്നിരക്ഷാസേന എത്തിയാണ് 5 പേരെയും സുരക്ഷിതമായി താഴെയിറക്കിയത്. സംഭവത്തിൽ ജില്ലാ കളക്ടർ തഹസിൽദാരോട് റിപ്പോർട്ട് തേടിയിരുന്നു. കേരളത്തിൽ അത്ര പ്രചാരമില്ലാത്ത സാഹസിക വിനോദമാണ് സ്കൈ ഡൈനിങ്. 150 അടി ഉയരത്തിലിരുന്ന് കാഴ്ചകൾ കണ്ട് ഭക്ഷണം കഴിക്കാം. 1 മാസം മുമ്പാണ് പ്രദേശത്ത് സ്കൈ ഡൈനിങ് പ്രവർത്തനം ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് നെടുങ്കണ്ടം ഡിവിഷൻ UDF സ്ഥാനാർത്ഥിയുടെയും ജില്ലാ ഡിവിഷന് കീഴിൽ വരുന്ന 6 ബ്ലോക്ക് ഡിവിഷനുകളിലെയും നെടുങ്കണ്ടം, ഉടുമ്പൻചോല, സേനാപതി പഞ്ചായത്തുകളിലെ 48 വാർഡുകളുടെയും തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള സ്ഥാനാർത്ഥി സംഗമം നടത്തി. കേരള കോൺഗ്രസ് ചെയർമാൻ BJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. KPCC രാഷ്ട്രീയ കാര്യ വക്താവ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. UDF ഉടുമ്പൻചോല നിയോജക മണ്ഡലം ചെയർമാൻ MJ കുര്യൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് നെടുങ്കണ്ടം ഡിവിഷൻ UDF സ്ഥാനാർത്ഥി രേഖസി ജോയിയുടെയും ജില്ലാ ഡിവിഷന് കീഴിൽ വരുന്ന 6 ബ്ലോക്ക് ഡിവിഷനുകളിലെയും നെടുങ്കണ്ടം, ഉടുമ്പൻചോല, സേനാപതി പഞ്ചായത്തുകളിലെ 48 വാർഡുകളിലെയും തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള സ്ഥാനാർത്ഥി സംഗമം നെടുങ്കണ്ടം വികസന സമിതി സ്റ്റേജിൽ നടന്നു. കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വനനിയമം, CHR, ഭൂപതിവ ചട്ടഭേദഗതി, കെട്ടിട ക്രമവൽക്കരണം തുടങ്ങിയ കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് ഇടുക്കിയെ തകർക്കുവാൻ ഇടത് സർക്കാരിനെതിരെ പ്രതികരിക്കുവാൻ ലഭിച്ചിരിക്കുന്ന അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് PJ ജോസഫ് MLA വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. ഈ സ്വർണം പൊതിഞ്ഞ പാളി ഇവിടുന്ന് കൊണ്ടുപോയിട്ട് 39 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടിരുന്നത്. പിന്നെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് സ്വർണം പൂശിയ, സ്വർണം പൊതിഞ്ഞത് സ്വർണം പൂശിയതാണ്. അപ്പോഴത്തേക്കും എത്ര കിലോ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഹൈക്കോടതി വേണ്ടത് ഇവിടുന്ന് കൊണ്ടുപോയ പാളി തന്നെയാണോ തിരിച്ചു കൊണ്ടുവന്നത് എന്ന് ഹൈക്കോടതിക്ക് സംശയം. ആ പാളിയുടെ വില എത്രയാണ്? ഹൈക്കോടതി തന്നെ പറയണം. 1000-ഓ 2000-ഓ ഒന്നുമല്ല, വിലമതിക്കാൻ പറ്റാത്ത വിലയാണ്. ആ അവിടുന്ന് കൊണ്ടുപോയ സ്വർണ്ണപാളിയല്ല അവിടെ ഇപ്പോൾ ഉള്ളതെന്ന് കണ്ടുകഴിഞ്ഞു. പക്ഷേ ഞാൻ ചുരുക്കുകയാണ്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു 40 ദിവസത്തെ ഗ്യാരണ്ടി, 40 വർഷത്തെ ഗ്യാരണ്ടി. 2019 40 വർഷമാണെങ്കിൽ 2025 വെറും 6 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ ചെമ്പ് അല്ലെങ്കിൽ സ്വർണം പൂശിയതിന് മങ്ങലേറ്റിരിക്കുന്നു. നാണയത്തുട്ടുകൾ വലിച്ചെറിഞ്ഞു.
ആളുകൾ ടച്ച് ചെയ്തു. ഓക്കെ. അപ്പോൾ വീണ്ടും ഇപ്പോഴത്തെ പ്രസിഡന്റിൻ്റെ പേരെന്ന് പ്രശാന്ത് ഈ അവതാരപുരുഷൻ ഉണ്ണികൃഷ്ണ പൂരിയെ വരിച്ചു. ഇതൊന്ന് കൊണ്ടുപോയി ശരിയായി കൊണ്ടുപോയി. KPCC രാഷ്ട്രീയകാര്യ വക്താവ് ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യപ്രഭാഷണം നടത്തി. UDF ഉടുമ്പൻചോല നിയോജക മണ്ഡലം ചെയർമാൻ MJ കുര്യൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി കലാർ, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും UDF കൺവീനറുമായ പ്രൊഫസർ MJ ജേക്കബ്, കോൺഗ്രസ് മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് MN ഗോപി, കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജോസ് പൊട്ടംപ്ലാക്കൽ തുടങ്ങി UDFന്റെ വിവിധ നേതാക്കൾ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. തൊടുപുഴ നഗരസഭ മുനിസിപ്പൽ ക്വാർട്ടേഴ്സ് വാർഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി PP ജോയിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ കോലാനി KB ഷാജുവിന്റെ വസതിയിൽ ചേർന്നു. CPIM തൊടുപുഴ വെസ്റ്റ് ഏരിയ സെക്രട്ടറി TR സോമൻ ഉദ്ഘാടനം ചെയ്തു. CK ലതീഷ് അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ നഗരസഭ മുനിസിപ്പൽ ക്വാർട്ടേഴ്സ് വാർഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി PP ജോയിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കോലാനി KB ഷാജുവിന്റെ വസതിയിൽ ചേർന്നു. CPIM തൊടുപുഴ വെസ്റ്റ് ഏരിയ സെക്രട്ടറി TR സോമൻ ഉദ്ഘാടനം ചെയ്തു. വാർഡിലെന്ത് വേണം? നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി ഇടപെടുകയും അവരെ സഹായിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നവർ വേണം. അപ്പം ജയിക്കാൻ വേണ്ടി ഇതിന്റെ കാര്യമുണ്ടാവും. ജനങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ഒരു പ്രയോജനമുണ്ടോ? ജനങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ അവരെ കൊണ്ട് നാട്ടുകാർക്ക് ഒരു പ്രയോജനമുണ്ടാവും. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ജോലി നിങ്ങൾ അത് ഉറപ്പുവരുത്താനുള്ള ജോലി നിങ്ങൾ എല്ലാവരും ഈ പങ്കെടുക്കുന്ന എല്ലാവരും വരാത്തവരെയൊക്കെ കണ്ട് ഈ കാര്യം ശക്തിപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ ജോലിയെ വിജയിപ്പിക്കാൻ വേണ്ടി നല്ല പരിശ്രമം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ച് ഒരു സെമി ഫൈനലാണ്. 6 മാസത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ ഗവൺമെന്റ് തുടരേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ്. ഞാൻ എല്ലാ വിഷയവും ചുരുക്കം ചില കാര്യങ്ങൾ പറഞ്ഞ അവസ്ഥ ഇടതുപക്ഷം പറ്റിയ ഒരു ഗുണമുണ്ട്. ചെയ്യാവുന്ന കാര്യങ്ങൾ ജനങ്ങളോട് പറയും. അതിനാണ് പ്രകടന പത്രിക അല്ലെങ്കിൽ മാനിഫെസ്റ്റോ. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾ, അതിപ്പോ ജോയി മാനിഫെസ്റ്റോ അവതരിപ്പിക്കുന്നുണ്ടല്ലേ, നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. പല കാര്യങ്ങൾ മുനിസിപ്പാലിറ്റിയുടേതായി വരും. അതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ പറയാമോ. CK ലതീഷ് അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി K സലീംകുമാർ, മണ്ഡലം സെക്രട്ടറി VR പ്രമോദ്, സ്ഥാനാർത്ഥിമാരായ KK സാബു ജോസഫ്, ലക്ഷ്മി മോഹൻ എന്നിവർ സംസാരിച്ചു. MC ജയ് സ്വാഗതവും KT പ്രമോദ് നന്ദിയും പറഞ്ഞു. കൺവെൻഷനോടനുബന്ധിച്ച് പ്രാദേശിക ഗാനസന്ധ്യയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വിനോദ കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനായി KSRTC ആരംഭിച്ച റോയൽ ഡബിൾ ഡെക്കർ ബസിന്റെ ഇതുവരെയുള്ള വരുമാനം 1 കോടി പിന്നിട്ടു. ഇതുവരെ 30,000-ലധികം പേർ ഡബിൾ ഡെക്കർ ബസിൽ യാത്ര ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആരംഭിച്ചത്. 10 മാസം പിന്നിടാനൊരുങ്ങുകയാണ് ബസിന്റെ വരുമാനം 1 കോടി പിന്നിട്ടത്. മൂന്നാറിലെ ടൂറിസം പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് KSRTC മൂന്നാർ ഡിപ്പോയിൽ നിന്നും ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആരംഭിച്ചത്. സർവീസിന് മികച്ച സ്വീകാര്യതയാണ് ജനങ്ങളിൽ നിന്നും ലഭിച്ചത്. മൂന്നാറിൽ നിന്നും വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഡിപ്പോയിൽ നിന്നും ഉല്ലാസ ബസ് സർവീസ് നടത്തുന്നുണ്ട്. ഇതിനു പുറമെയാണ് ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഡബിൾ ഡെക്കർ സർവീസ് തുടങ്ങിയത്. വിദേശീയരടക്കമുള്ള സഞ്ചാരികൾക്ക് തേയിലത്തോട്ടത്തിനിടയിലൂടെ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിച്ച് ഡബിൾ ഡെക്കറിലെ യാത്ര വർണ്ണനാതീതമാണ്. ബസിന്റെ മുകൾ നിലയിലെ യാത്ര ആനന്ദകരമാണ്. മുകൾ ഭാഗത്തിരുന്ന് യാത്ര ചെയ്യുന്നതിന് 400-ഉം താഴത്തെ നിലയിൽ 200 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. രാവിലെ 9, പകൽ 12:30, വൈകിട്ട് 4 എന്നീ സമയങ്ങളിലാണ് മൂന്നാർ ഡിപ്പോയിൽ നിന്നും ആനയിറങ്കൽ അണക്കെട്ടിലേക്ക് യാത്ര തിരിക്കുന്നത്. ഇതുവരെ 30,000-ലധികം പേർ ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആരംഭിച്ചത്. 10 മാസം പിന്നിടാനൊരുങ്ങവെയാണ് ബസിന്റെ വരുമാനം 1 കോടി പിന്നിട്ടത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. UDF കരിമണ്ണൂർ മണ്ഡലം കൺവെൻഷൻ കരിമണ്ണൂർ തേക്കിൻകൂട്ടം കുന്നപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്നു. UDF ചെയർമാൻ പോൾ കുഴിപ്പള്ളിൽ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ
അപ്പു ജോൺ ജോസഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TK നാസർ സ്വാഗതവും NK ഇല്യാസ് നന്ദിയും പറഞ്ഞു. ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ കൺവെൻഷനിൽ ഷാൾ അണിയിച്ച് ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി മനോജ് കോക്കാട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഗൗരി സുകുമാരൻ തുടങ്ങി വിവിധ നേതാക്കൾ പ്രസംഗിച്ചു. ഗൗരി സുകുമാരൻ എല്ലാവരെയും ആശംസിച്ചുകൊണ്ട് കരിമണ്ണൂർ ഡിവിഷൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷാജൻ ജെയിംസ് കുഴിക്കാട്ട് മാക്കാന്തിരി, 3-ാം വാർഡിൽ, 9-ാം വാർഡിൽ, 11-ാം വാർഡിൽ, 6-ാം വാർഡിൽ, 8-ാം വാർഡിൽ ശ്രീമതി, 7-ാം വാർഡിൽ പ്രിയപ്പെട്ട നമ്മുടെ നാട്ടിലെ ഓരോ ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലും ഓരോ മലയാളം ദിനപത്രങ്ങളിലെയും ഫ്രണ്ട് പേജ് പരസ്യം, ഫുൾ പേജ് പരസ്യമാണ്. ആ പരസ്യം ഇങ്ങനെയാണ്: 900 ഉറപ്പുകൾ. 2021 ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ നടപ്പാക്കും 900 ഉറപ്പുകൾ. ആ 900 ഉറപ്പുകളിൽ 11 പ്രധാനപ്പെട്ട ഉറപ്പുകൾ അതിൻ്റെ താഴെ വലതുഭാഗത്ത് വയ്ക്കും. ഈ 900-ൽ ഞങ്ങൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 11 ഉറപ്പുകൾ ഇതാണെന്നും പറഞ്ഞ ഒരു 11 കാര്യങ്ങൾ വലിയ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ കാര്യമാണ് 40 ലക്ഷം തൊഴിലുകൾ. രണ്ടാമത്തെ ഉറപ്പ് എല്ലാവർക്കും ഭവനം, വീടുകൾ. മൂന്നാമത്തെ ഉറപ്പ് ക്ഷേമ പെൻഷൻ 2500 രൂപ. നാലാമത്തെ ഉറപ്പ് വീട്ടമ്മമാർക്ക് പെൻഷൻ. അഞ്ചാമത്തെ ഉറപ്പ് 60,000 കോടിയുടെ പശ്ചാത്തല വികസന പദ്ധതികൾ. ആറാമത്തെ ഉറപ്പ് തീരദേശ വികസനത്തിന് 5000 കോടി രൂപ. ഏഴാമത്തെ ഉറപ്പ് റബ്ബറിന് തറവില 250 രൂപ. എട്ടാമത്തെ ഉറപ്പ് കർഷകരുടെ വരുമാനത്തിൽ 50% കണ്ടു വർധന. വരുമാനത്തിൽ 50% കണ്ടു വർധന. ഒമ്പതാമത്തെ ഉറപ്പ് BPL കുടുംബങ്ങൾക്ക് വീടുകളിൽ സൗജന്യമായി ഇന്റർനെറ്റ് കണക്ഷൻ. പത്താമത്തെ ഉറപ്പ് അഴിമതി രഹിത കേരളം. ഒന്നുപോലും നടപ്പാക്കാത്ത ഒരു സർക്കാർ. അവരിനി എന്തും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആളുകളുടെ മുന്നിൽ വന്ന് വോട്ട് ചോദിക്കാൻ പോകുന്നത്. ഞാനീ പറഞ്ഞ 11-ൽ ഏതെങ്കിലും ഒരെണ്ണം ഈ സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുണ്ടോ? എന്നെ തെരഞ്ഞെടുത്താൽ ഒരു ഡിഗ്രി പോലും നിങ്ങളുടെ ശിരസ് ഉയർത്തുവാനല്ലാതെ താഴ്ത്തുവാൻ ഈ വിനീതനായി ഞാൻ അവസരമുണ്ടാക്കിയില്ല സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പൊതുപ്രവർത്തനം അമാനത്തുള്ള കാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഗണത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആവർത്തിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വെള്ള വസ്ത്രം അത് അതിൻ്റേതായ പരിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തമ്പുരാൻ്റെ മുമ്പിൽ ആദ്യത്തെ ഇരിപ്പിടം കിട്ടുമെന്നുള്ള ആ ഒരു പശ്ചാത്തലത്തെ ഉണർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങളുടെ ശബ്ദവും നാവുമായി എന്നെ വിജയിപ്പിച്ചാൽ, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ആളുകളെ വിജയിപ്പിച്ചാൽ, ഒരു കാരണവശാലും ഈ പാർട്ടിയും മുന്നണിയും അതിൻ്റെ നേതാക്കന്മാരും അവരുമായി സംസർഗപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികളും പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ആത്മാഭിമാനത്തെ പണയം വെച്ചുകൊണ്ട് നാളെ ഈ സമൂഹത്തിന് മുമ്പിൽ നിങ്ങളുടെ ദൃഷ്ടിയെ കീഴോട്ടാക്കി ആളുകളെ ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകില്ല എന്ന് ഉറപ്പു നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വണ്ണപ്പുറത്തിന് ഭക്ഷണ വൈവിധ്യങ്ങളുടെ പുതുലോകം തുറന്ന് കൈച്ചോ റെസ്റ്റോ കഫേ പ്രവർത്തനം ആരംഭിച്ചു. വണ്ണപ്പുറം ഹൈറേഞ്ച് ജംഗ്ഷന് സമീപം പുളിക്കക്കുന്നേൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കാളിയാർ പോലീസ് സബ് ഇൻസ്പെക്ടർ KM ഇബ്രാഹിം നിർവഹിച്ചു. വണ്ണപ്പുറത്തിന് ഭക്ഷണ വൈവിധ്യങ്ങളുടെ പുതുലോകം തുറന്ന് കൈച്ചോ റെസ്റ്റോ കഫേ പ്രവർത്തനം ആരംഭിച്ചു. ഗുണമേന്മയും പുതുമയേറിയതും ഭക്ഷണങ്ങൾ രുചിയിൽ വിട്ടുവീഴ്ചയുമില്ലാതെ വൈവിധ്യങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ വണ്ണപ്പുറത്തെ ഭക്ഷണങ്ങളെ സ്നേഹിക്കുന്നവർക്കായി ഭക്ഷണങ്ങളുടെ കലവറ തുറന്നുകൊണ്ട് കൈച്ചോ റെസ്റ്റോ കഫേ പ്രവർത്തനം ആരംഭിച്ചു. വണ്ണപ്പുറം ഹൈറേഞ്ച് ജംഗ്ഷന് സമീപം പുളിക്കക്കുന്നേൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കാളിയാർ പോലീസ് സബ് ഇൻസ്പെക്ടർ KM ഇബ്രാഹിം നിർവഹിച്ചു.
കഴിച്ചോന്ന് പറഞ്ഞ ഒരു മന്തിക്കടയാണ്. ഒരു നല്ല രീതിക്ക് നല്ല വിജയിച്ചിട്ട് വരട്ടെന്ന് ആത്മാർത്ഥമായി ആശംസകൾ അറിയിക്കുന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സജി കണ്ണുമ്പുഴ, മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി നൌഷാദ് മലനാട്, മർച്ചന്റ്സ് അസോസിയേഷൻ ട്രഷറർ പ്രിൻസ് MJ എന്നിവർ ആശംസകൾ നേർന്നു. വണ്ണപ്പുറത്ത് ഇതുപോലെയുള്ളൊരു നല്ല സംരംഭം ആരംഭിച്ച ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട്, ഇതിൻ്റെ എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് പുതിയ ഫുഡ് സംരംഭം ആരംഭിച്ചിരിക്കുന്നു. ഇത് വണ്ണപ്പുറത്തെ എല്ലാവർക്കും പ്രയോജനപ്രദമാകുവാൻ ഇടവരട്ടെ എന്ന ഇതിൻ്റെ വിജയത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇവിടെ പുതിയ വിഭവങ്ങളുമായി പുതിയ രുചിക്കൂട്ടുകളുമായി തുടങ്ങിയിരിക്കുന്ന സ്ഥാപനം വണ്ണപ്പുറത്തിന് ഒരു മുതൽക്കൂട്ടായി മാറട്ടെ. കൂടുതൽ ആളുകൾ ഈ ടൗണിലേക്ക് വരുവാൻ ഇവരുടെ ഈ പ്രസ്ഥാനം കൊണ്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ വിജയാശംസകളും നേരുന്നു. അൽഫാം നോർമൽ, പെരിപെരി, കാന്താരി, ഷവർമ നോർമൽ, പ്ലേറ്റ് ഷവർമ, കുഴിമന്തി, അൽഫാം മന്തി, പെരിപെരി അൽഫാം മന്തി, കാന്താരി അൽഫാം മന്തി, ഫ്രൈഡ് ചിക്കൻ, ബർഗർ, സാൻഡ്വിച്ച് കൂടാതെ എല്ലാവിധ ജ്യൂസുകൾ, ഷേക്കുകൾ, ഐസ്ക്രീം, ടീ, കോഫി, സ്നാക്സ് എന്നിവ സ്ഥാപനത്തിൽ നിന്നും മികച്ച ഗുണമേന്മയിൽ ലഭ്യമാണ്. ഉദ്ഘാടന വേളയിലും തുടർന്നും ഏവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. ഇന്ന് നമ്മുടെ വണ്ണപ്പുറത്ത് പുതിയതായിട്ട് ആരംഭിച്ച പാർട്ട്നേഴ്സായി ആരംഭിച്ച കൈച്ചോ റെസ്റ്റോ കഫേ, അതിൽ പുതിയ രുചി വൈവിധ്യങ്ങൾ എല്ലാം നിറച്ചുകൊണ്ടാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. എല്ലാവരും വരിക, സഹകരിക്കുക, ഞങ്ങളുടെ ഫുഡിൻ്റെ ടേസ്റ്റ് നോക്കുക. കുഴിമന്തി, അൽഫാം മന്തി, ഷവർമ, ബ്രോസ്റ്റഡ് അങ്ങനത്തെ ഐറ്റംസ്, ജ്യൂസ്, ഷേക്സ്, ചായ, സ്നാക്സ് ഒക്കെ ഉണ്ടാവും. എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പറയും. ഭർത്താവ് സ്ഥാനാർത്ഥിയാകുവാൻ ആഗ്രഹിച്ചു. ജനറൽ വാർഡിൽ ഭാര്യയ്ക്ക് സീറ്റ് നൽകി പത്രിക സമർപ്പിച്ചു. ഒടുവിൽ മറ്റൊരാൾ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി. തൊടുപുഴ നഗരസഭയിലെ 10ാം വാർഡിലാണ് കോൺഗ്രസ് നേതാക്കൾ നാടകം കളിച്ചത്. DCC പ്രസിഡന്റ്, MP, KPC ജനറൽ സെക്രട്ടറി, AICC മെമ്പർ എന്നിവർ സ്ഥാനാർത്ഥിയെ അഭിനന്ദിച്ചായി 10ാം വാർഡിൽ മത്സരിക്കുന്ന അനി ജോർജ്, ഭർത്താവ് ജോർജ് താന്നിക്കൽ എന്നിവർ പറഞ്ഞു. എന്നെ സഹായിക്കണം. ഞാനൊരു സ്വതന്ത്രമായിട്ട് നിൽക്കാമെന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. അന്നേരത്തേക്ക് എന്നെ സഹായിക്കാൻ കേട്ടോ. 1982 എന്നെ ബെന്നിയും N രവീന്ദ്രനും കൂടെയാണ് എന്നെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹിയായി കോൺഗ്രസിൽ കൊണ്ടുവന്നത്. അതിനുശേഷം 45 വർഷക്കാലം ഞാൻ ഈ കോൺഗ്രസിനും UDFനും ആത്മാർത്ഥമായി ഒരു പോറലും ഏൽക്കാത്ത തരത്തിൽ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുകയുണ്ടായി. കോൺഗ്രസിൻ്റെ അഗസ്റ്റിൻ മാമ്പളാവിൻ്റെ കൂടെ ഞാൻ കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയായി 2ാമത് വന്നു. അതിനുശേഷം അഡ്വക്കേറ്റ് അശോകൻ്റെയും CP മാത്യുവിൻ്റെയും തോമസ് മാത്യു കക്കൂഴിയുടെയും എന്നെ വെന്നി ജാബർഖാൻ മുഹമ്മദിൻ്റെ ഒക്കെ കൂടെ ഞാൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹിയായി ഏതാണ്ട് നീണ്ട 10-35 വർഷക്കാലം പ്രവർത്തിച്ചു. അതിൻ്റെ ഇടയ്ക്കാണ് 2005 കേരള കോൺഗ്രസിൻ്റെ കയ്യിലിരുന്ന ഈ സീറ്റ് എൻ്റെ ഭാര്യ ആനി ജോർജ് മത്സരിച്ച് ഈ വാർഡ് പിടിച്ചെടുത്തത്. 230 വോട്ടുകൾക്കാണ് ജയിച്ചത്. 2010 ജനറൽ വാർഡായപ്പോൾ ഞാൻ മത്സരിച്ചു. 270 വോട്ടിന് ഈ വാർഡ് ജയിച്ചു. മൂന്നാമത് 2015 വനിതാ വാർഡ് വീണ്ടും ആയപ്പോൾ ആനി ജോർജ് തന്നെയാണ് മത്സരിച്ചത്. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു പ്രമുഖ APCC വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആളുടെ നേതൃത്വം കൊടുത്ത് ഞങ്ങളെ കാലുവാരി തോൽപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ തവണ കഴിഞ്ഞ പ്രാവശ്യം SC വാർഡായിരുന്നു. SC വാർഡ് വന്നപ്പോഴും 210 വോട്ടിനാണ് ജയിച്ചത്. SC വാർഡ് വന്നപ്പോഴും ഈ വാർഡിൽ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ കാലത്ത് നന്നായി കൊണ്ടുപോയതാണ്. അതിനുശേഷം ഒരു വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല. എൻ്റെ കാലത്ത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കാലത്ത് നിരവധി റോഡുകൾ പുതിയതായി ഉണ്ടാക്കി. മടത്തിക്കണ്ടം കുടിവെള്ള പദ്ധതി ഉണ്ടാക്കി. ഈ വാർഡിൽ അംഗനവാടി ഇല്ലായിരുന്നു, അംഗനവാടി പുതുതായിട്ട് നിർമ്മിച്ചു. ഇങ്ങനെ നിരവധി റോഡുകളും എല്ലാ റോഡുകളും ഭംഗിയായിട്ടാണ് കിടന്നിരുന്നത്. അതിനുശേഷം ഈ തവണ ജനറൽ സീറ്റായപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടു, ഇനി ഒരു 5 വർഷം കഴിയുമ്പോൾ ചെറുപ്പക്കാർ വരട്ടെ, ഈ തവണ സീറ്റ് തന്നാൽ കൊള്ളാമെന്ന് ഞാൻ MP-യോടും DCC പ്രസിഡന്റിനോടും മറ്റ് ജില്ലയിലെ പ്രമുഖരായ നേതാക്കന്മാരോടും ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാകും എന്നാണ് ഞാൻ ധരിച്ചത്. പക്ഷേ നോമിനേഷൻ്റെ ലാസ്റ്റ് ദിവസം CP മാത്യു
ആനിയെ വിളിച്ചിട്ട് പറഞ്ഞു 9:30 ആയപ്പോൾ ആനിയാണ് സ്ഥാനാർത്ഥി, ജോർജ് അല്ല, പോയി പെട്ടെന്ന് നോമിനേഷൻ കൊടുക്കണം, മത്സരിച്ച് ജയിച്ച് കയറി വരണം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ EM ആഗസ്റ്റ് വിളിച്ചു, ഇതേ ഭാഷ്യം തന്നെ പറഞ്ഞു. അതിനുശേഷം ഡീൻ കുര്യാക്കോസ്, S അശോകൻ തുടങ്ങിയവരെല്ലാം ഞങ്ങളെ വിളിച്ച് പറഞ്ഞു ആനി സ്ഥാനാർത്ഥിയാകണം, നോമിനേഷൻ കൊടുക്കണം. അഡ്വക്കേറ്റ് അശോകനാണ് നോമിനേഷൻ പൂരിപ്പിച്ചു തന്നതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൈ എന്ന് എഴുതി തന്നതും. എന്നിട്ടാണ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ജോർജ് ജോണിന് ഈ മറ്റേ കൈ ചിഹ്നം കൊടുത്തത്. അതിൽ ഞങ്ങൾക്ക് ഈ വഞ്ചന, ഒരു സ്ത്രീയോട് ചെയ്ത വഞ്ചനയ്ക്ക് ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്, ഈ വാർഡിലെ ആളുകൾക്കുമുണ്ട്. ഇതെല്ലാം ഞങ്ങൾ വീട്ടിൽ കയറി ഇറങ്ങിപ്പോൾ ആളുകൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ആനി ജോർജ് വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കും. ഈ ചതിക്കെതിരെ ഈ വാർഡിലെ ജനങ്ങൾ വിധിയെഴുതും എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് ഈ വാർഡിലെ നല്ലവരായ വോട്ടർമാർ ഈ നാടിൻ്റെ വികസനത്തിനായി ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, ഞങ്ങളെ വിജയിപ്പിക്കണം. ആനി ജോർജിനെ മെഴുകുതിരി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളുടെ പ്രകടന പത്രികയുടെ കരട് രേഖാരൂപീകരണ യോഗം വണ്ടിപ്പെരിയാർ സ്പ്രിംഗ് ഡാൾ റിസോർട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R തിലകൻ പ്രകടന പത്രിക സമർപ്പണ വിശദീകരണം നടത്തി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളുടെ പ്രകടന പത്രികയുടെ കരട് രേഖാരൂപീകരണ യോഗം വണ്ടിപ്പെരിയാർ സ്പ്രിംഗ് ഡാൾ റിസോർട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. വരുവാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പീരുമേട്ടിലെ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയിൽ തുടർഭരണം എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയെന്ന വണ്ണം കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് നയം വ്യക്തമാക്കുന്ന LDF പ്രകടന പത്രിക തയ്യാറാക്കുന്നത്. LDF പ്രകടന പത്രിക സമർപ്പണത്തിന്റെ കരട് രൂപരേഖ തയ്യാറാക്കൽ യോഗമാണ് വണ്ടിപ്പെരിയാർ സ്പ്രിംഗ് ഡാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. LDFിലെ ഘടകകക്ഷികളെയും വിവിധ സാമൂഹിക സാംസ്കാരിക രംഗത്തെയും വ്യാപാരി സമൂഹത്തെ പ്രതിനിധികളെയും എസ്റ്റേറ്റ്, തൊഴിൽ, വിദ്യാഭ്യാസ സ്ഥാപന പ്രതിനിധികളെയും ഉൾപ്പെടുത്തി ജനകീയ പ്രകടന പത്രിക സമർപ്പണത്തിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രാധാന്യം കൽപ്പിക്കുന്നത്. കരട് പത്രികാ രൂപരേഖ തയ്യാറാക്കൽ യോഗത്തിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം G വിജയാനന്ദ് അധ്യക്ഷനായിരുന്നു. അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KM ഉഷ സ്വാഗതം ആശംസിച്ചു. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R തിലകൻ പ്രകടന പത്രിക സമർപ്പണത്തെക്കുറിച്ച് വിശദീകരിച്ചു. 2 പ്രധാനപ്പെട്ട തലമുണ്ട്. അതിലൊന്ന് കുറ്റമറ്റ, യുക്തിപൂർവമായ, നടപ്പാക്കപ്പെടാൻ കഴിയുന്ന ഒരു പ്രകടന പത്രിക രൂപീകരിക്കുക. 2, ഒരു രാഷ്ട്രീയ മുന്നണി എന്ന നിലയിൽ ഞങ്ങൾ ജനങ്ങളോട് കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരാകുക, സ്വയം ഒരു കരുതലിൻ്റെ ഭാഗമാണ്. ഞങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും ആളുകൾ ഒരു മുറിക്കകത്തിരുന്ന് ചർച്ച ചെയ്ത് ഞങ്ങളുടേതായ കാഴ്ചപ്പാടിൽ ഒരു പ്രകടന പത്രിക തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചാൽ ചിലപ്പോൾ അതിന് വിമർശനം വരാം, ചോദ്യങ്ങൾ വരാം. അതൊക്കെ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ ഈ സമൂഹത്തിലെ ഏറ്റവും പ്രമുഖരായ പ്രധാനപ്പെട്ട വ്യക്തികളെ കൂടി വിളിച്ചിരുത്തി നിങ്ങളുമായി ചർച്ച ചെയ്ത് ഒരു പ്രകടന പത്രിക തയ്യാറാക്കിയാൽ ആ പ്രകടന പത്രികയ്ക്ക് പുറത്തുകൂടിയാണ് ഞങ്ങൾ പോകുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് ഞങ്ങളോട് വലിയ തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കും. എന്തുകൊണ്ട് ഞങ്ങളുമായി ചർച്ച ചെയ്ത് തയ്യാറാക്കിയ പ്രകടന പത്രിക നിങ്ങൾ നടപ്പാക്കുന്നില്ല എന്ന ചോദ്യം ഉന്നയിക്കും. അത്തരമൊരു ചോദ്യവും അത്തരമൊരു വിമർശനവും ഒരു രാഷ്ട്രീയ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ കരുതൽ, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ, തദ്ദേശ ഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ കൂടുതൽ ജാഗരൂകരാകാനും കൂടുതൽ കരുതലോടുകൂടി പ്രവർത്തനം സംഘടിപ്പിക്കാനും സമൂഹത്തിൻ്റെ ഒരു ഓഡിറ്റിംഗ് ഞങ്ങൾക്ക് മേൽ വരുന്നതാണ് ഈ പ്രക്രിയ. അത് ബോധ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കൂടുതൽ കരുതലോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിൽ, ഞങ്ങളെ കൂടുതൽ ജാഗ്രതപ്പെടുത്തുന്ന തരത്തിൽ, സാമൂഹ്യ ഉത്തരവാദിത്വം കൂടുതൽ നിറവേറ്റാൻ കഴിയുന്ന തരത്തിലാണ് ഞങ്ങൾ ഇത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച് ആലോചിക്കുന്നത്.
തുടർന്ന് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തേണ്ട വികസന പദ്ധതികളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. CPIM ജില്ലാ കമ്മിറ്റി അംഗം M. തങ്കദുരൈ, പശുമല ലോക്കൽ കമ്മിറ്റി അംഗം K. സുധാകരൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. പ്രചാരണത്തിനിടെ സ്ഥാനാർത്ഥി സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. കഴിഞ്ഞ ദിവസം രാത്രി മൂന്നാറിലാണ് സംഭവം നടന്നത്. ജില്ലാ പഞ്ചായത്തിൽ മൂന്നാർ ഡിവിഷനിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി C. നെൽസനും പ്രവർത്തകരുമാണ് കാട്ടാനയ്ക്ക് മുമ്പിൽ അകപ്പെട്ടത്. കാട്ടാന പാഞ്ഞെടുത്തതോടെ ഏറെ ദൂരം വാഹനം പിന്നോട്ടടിച്ച് ഇവർ രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം നടന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ 2ാം ഡിവിഷനായ മൂന്നാർ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന C. നെൽസണും ഒപ്പമുണ്ടായിരുന്ന പ്രവർത്തകരുമാണ് കാട്ടാനയ്ക്ക് മുമ്പിൽ അകപ്പെട്ടത്. മൂന്നാർ നല്ലതണ്ണി കല്ലാർ എസ്റ്റേറ്റ് മേഖലയിൽ പ്രചാരണം കഴിഞ്ഞ് രാത്രിയിൽ മടങ്ങവെയാണ് സ്ഥാനാർത്ഥിയും സംഘവും കാട്ടാനയ്ക്ക് മുൻപിൽപ്പെട്ടത്. പ്രദേശത്ത് സ്ഥിര സാന്നിധ്യമായ ഒറ്റക്കൊമ്പനാണ് സ്ഥാനാർത്ഥിയും സംഘവും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തത്. കാട്ടാന പാഞ്ഞെടുത്തതോടെ ഏറെ ദൂരം വാഹനം പിന്നോട്ടോടിച്ച് ഇവർ രക്ഷപ്പെടുകയായിരുന്നു. കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന പാതയിലൂടെയാണ് വാഹനം പിന്നോട്ടെടുത്ത് സ്ഥാനാർത്ഥിയും സംഘവും കാട്ടാനയുടെ മുമ്പിൽ നിന്നും രക്ഷപ്പെട്ടത്. കാട്ടാന റോഡിൽ നിന്നും പിൻവാങ്ങിയ ശേഷം സംഘം മൂന്നാറിലേക്ക് യാത്ര തുടരുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പരസഹായം കൂടാതെ നടക്കാൻ ബുദ്ധിമുട്ട്, ഭാരമെടുക്കാനോ ജോലി ചെയ്യാനോ ആവില്ല. എന്നാൽ അംഗപരിമിതയായ ഇടുക്കി കൂട്ടാ സ്വദേശിനി കൊച്ചുകാളിക്കൽ രാജി രതീഷിന്റെയും കുടുംബത്തിന്റെയും ദുരിത ജീവിതം കാണാൻ അധികൃതർക്ക് സാധിക്കുന്നില്ല. അടച്ചുറപ്പുള്ള കൊച്ചു വീടുന്ന സ്വപ്നത്തിനായി ഇവർ മുട്ടാത്ത വാതിലുകളില്ല. കൗമാരപ്രായത്തിലുണ്ടായ അസുഖത്തെ തുടർന്നാണ് രാജിയുടെ ജീവിതം വീടിനുള്ളിലായത്. നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഭാരമുള്ളതൊന്നും എടുക്കാനും സാധിക്കില്ല. തറയോ കൃത്യമായ മേൽക്കൂരയോ ഇല്ലാത്ത ഒറ്റമുറിയും അടുക്കളയും മാത്രമുള്ള വീട്ടിലാണ് രാജിയും ഭർത്താവും 2 പെൺമക്കളും കഴിയുന്നത്. മുൻപുണ്ടായിരുന്ന പഴയ വീട് വർഷങ്ങൾക്ക് മുൻപ് തകർന്നപ്പോൾ കടം മേടിച്ചും മറ്റും ഇത്രയും നിർമ്മാണം നടത്തുകയായിരുന്നു. സാരിയും പടുതയുമൊക്കെ വലിച്ചുകെട്ടിയ ഷെഡിലാണ് കുട്ടികൾ ഉറങ്ങുന്നത്. കൂലിവേലക്കാരനായ രതീഷിന്റെ വരുമാനമാണ് കുടുംബത്തിന്റെ ഏക ആശ്രയം. ആരെങ്കിലും തൊഴിലുറപ്പ് നടക്കുന്ന സ്ഥലത്തെത്തിച്ചാൽ രാജി തൊഴിലുറപ്പ് ജോലിയിൽ പങ്കാളിയാകും. ഞാനും എൻ്റെ ഹസ്ബൻഡും 2 കൊച്ചു പിള്ളേരുമാണ് താമസിക്കുന്നത്. 2 പെൺപിള്ളേരാണ് എനിക്കുള്ളത്. ഒരാൾക്ക് 8 വയസ്സ്, ഒരാൾക്ക് 5 വയസ്സുള്ള 2 കുഞ്ഞു പിള്ളേരാണ്. ഞങ്ങൾ ഈ ഒരവസ്ഥയിലാണ് ഇവിടെ കഴിയുന്നത്. അവിടെ നിന്ന് കടം മേടിച്ച് 2 റൂമും 2 റൂമായിട്ട് കെട്ടിയതായിരുന്നു. അതിന് 1 റൂം കിടക്കാൻ, ആകെ 1 റൂമേ ഉള്ളൂ ഞങ്ങൾക്ക് കിടക്കാനൊക്കെ സൗകര്യമായിട്ടുള്ളത്. അടുക്കളയാണെങ്കിൽ വെള്ളം മഴ പെയ്താൽ നനയുകയൊക്കെ ചെയ്യും. അതിന് വഴിയില്ല. കുറേ പ്രാവശ്യം ഞങ്ങൾ പഞ്ചായത്തിൽ അപേക്ഷയൊക്കെ കൊടുത്തതാണ്. ഇതുവരെ ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് വരെ കിട്ടിയിട്ടില്ല. 10 വർഷത്തോളമായി ഇവിടെ സ്ഥിരതാമസമായിട്ട്. തീരെ വയ്യാതെ നടക്കാനൊക്കെ ഭയങ്കര പ്രയാസമുള്ള ഒരാളാണ് ഞാൻ. അടച്ചുറപ്പുള്ള വീടിനായി ഇവർ നിരവധി തവണ കരുണാപുരം പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിച്ചിട്ടും പരിഗണിച്ചിട്ടില്ലെന്നാണ് ആരോപണം. 20 സെന്റ് ഭൂമിയാണ് ഇവർക്കുള്ളത്. ഇവിടേക്ക് സഞ്ചാരയോഗ്യമായ വഴി പോലുമില്ല. രാജിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ പോലും പരിഗണിച്ച് വീട് നൽകാൻ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ആനച്ചാലിൽ ആകാശ ഭക്ഷണശാലയിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിയ സംഭവത്തിൽ സ്ഥാപനം താൽക്കാലികമായി അടച്ചുപൂട്ടാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. തൊടുപുഴ മുനിസിപ്പൽ 6ാം വാർഡ് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ കൺവെൻഷൻ നടന്നു. മുൻ DCC പ്രസിഡന്റ് ജോയി തോമസ് ഉദ്ഘാടനം ചെയ്തു. ആനച്ചാലിൽ വിനോദസഞ്ചാരികൾ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയ സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് നെടുങ്കണ്ടം ഡിവിഷൻ UDF സ്ഥാനാർത്ഥിയുടെയും ജില്ലാ ഡിവിഷന് കീഴിൽ വരുന്ന 6 ബ്ലോക്ക് ഡിവിഷനുകളിലെയും നെടുങ്കണ്ടം, ഉടുമ്പൻചോല, സേനാപതി പഞ്ചായത്തുകളിലെ 48 വാർഡുകളിലെയും തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള സ്ഥാനാർത്ഥി സംഗമം നടത്തി. കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. UDF കരിമണ്ണൂർ മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.